വീണ്ടും പ്രിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം. ഡെയിലി 5 മണിക്കുണ്ട്. ആദ്യമായിട്ടാണത് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഒരു സന്ദേശം ഇങ്ങനെയാണ്. ഞാൻ ആത്മീയമായ കാര്യങ്ങളും എല്ലാം ജനത്തിന് എന്താണ് ആവശ്യം, ഞാൻ അങ്ങനെ ഒരു വ്യതിയാനം കൊടുക്കുന്നില്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാവുന്ന സന്ദേശങ്ങൾ പലതരത്തിൽ അതെല്ലാത്തിനെയും ടച്ച് ചെയ്തു. നമുക്ക് അടുത്തിടെ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു വിശകലനം ചെയ്തായിരുന്നു. കാരണം ദൈനംദിന ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നിടത്ത് ദൈവത്തെയോ ദൈവനാമത്തെയോ ദൈവവചനത്തിൻ്റെ എതിരെയോ ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അവരോടൊന്നും പിണക്കമില്ല. പക്ഷെ ദൈവവചനവുമായി നമ്മൾ അതിനെ ഖണ്ഡിച്ച് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവവചന സത്യം നമ്മൾ വിളിച്ചു പറയും. ഇന്നത്തെ ചിന്ത ദൈവഭയം, ഫിയർ ഓഫ് ഗോഡ്. അതായത് പലരും ചിന്തിച്ചിരിക്കുന്ന ദൈവഭയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ വലിയൊരു വടി കൊണ്ടിങ്ങനെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നോക്കി നമ്മളെ അടിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ദൈവം ഒരിക്കലുമല്ല. തെറ്റുകൾക്ക് ശിക്ഷയുണ്ട്. പഴയ നിയമത്തിന്റെ കാലഘട്ടങ്ങളിൽ സഡൻ ആയിരുന്ന ആക്ഷനുകളല്ല, പെട്ടെന്ന്. പുതിയ നിയമത്തിലും ഉണ്ട്. നമുക്കറിയാം ദൈവിക നന്മ അന്നൊരു നിയമമായിരുന്നു. വിറ്റ് അത് കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വിൽക്കണം. എന്നാൽ അനന്യാസും സഫീറയും അവരത് എടുത്തതിലല്ല, അവരാ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കേണ്ടതിന് പകരം ആ പുരുഷന് മാത്രമേ ഉള്ളൂ, സ്ത്രീക്കും ഒരു ചാൻസ് പത്രോസ് കൊടുക്കുകയാണ്, അത്രയേ ഉള്ളൂ അതെ എന്ന് പറയുമ്പോഴാണ് രണ്ടുപേർ പെട്ടെന്ന് നിലം പതിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ പഴയ നിയമങ്ങളിലുള്ള പോലല്ല നമ്മുടെ ദൈവം കനിവിന്റെ ദൈവമാണ്. ഗാഡ് ഓഫ് കമ്പാഷൻ. വചനം പറയുന്ന അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ. ബട്ട് ഹിസ് മേഴ്സി endures forever and ever. കരുണയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ നല്ല പ്രവൃത്തികളിലല്ല. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ അവർ ഗുഡ് വർക്ക്സ്, ബട്ട് ദ മാറ്റർ ഹൂ ഈസ് ഹി whom we serve is God of compassion. അവന്റെ നന്മ കൊണ്ടാണ് നമ്മെ, അതാണല്ലോ വിലാപങ്ങളിൽ പറയുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ കരുണ നിമിത്തം. ബിക്കോസ് ഓഫ് ഹിസ് mercy we are not consumed എന്ന് എഴുതിയിരിക്കുന്നു. ഗ്രേസ് ദാറ്റ് mercy ന്യൂ എവറി മോർണിംഗ്. എല്ലാ പ്രഭാതത്തിലും അത് പുതിയതാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പോഴേ ഈ ദൈവഭയം ഏറ്റവും വലിയേറിയതായ കാര്യങ്ങളാണ്. ഞാനിതിൽ നോക്കുന്നെങ്കിൽ ഒരു പോയിന്റുകൾ മാത്രമേ നോക്കും. ദൈവാത്മാവാണ് വചനത്തിന്റെ വാതിലുകളെ തുറന്നു തരുന്നത്. നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു ഓർഡറിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചാണ് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പൊ ഈ ദൈവഭയം പഴയ നിയമങ്ങളിൽ പെട്ടെന്ന് ശിക്ഷയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ശിക്ഷയില്ലെന്നല്ല. പുതിയ നിയമത്തിൽ ദൈവം ധാരാളം അവസരങ്ങൾ നമുക്ക് തരികയാണ്. കൃപായുഗത്തിലായതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പെട്ടെന്ന് അവരെ അങ്ങ് ശിക്ഷിക്കുക, ഗുണദോഷങ്ങൾ പറയുന്നത് പോലെ. ദൈവഭയം സഭയിൽ നിന്ന് മാറാൻ കാരണം പഴയ നിയമത്തിൽ പർവ്വതം കത്തുന്നതും തീ കാളുന്നതും അവരെല്ലാം മോശയോട് പറയുന്നുണ്ട്, മോശേ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട. അത്ര ഭയങ്കര കൂരിരുട്ടെ കാഹളനാദം, ആമേൻ, ആ വാക്കുകളുടെ ശബ്ദം അവർ ഭയപ്പെട്ടു പോയി. പുതിയ നിയമത്തിൽ വളരെ ഇമ്പമായി ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എന്നാൽ ഈ കരുണയെ, ഈ കൃപയെ വ്യർത്ഥമാക്കുന്നവരുണ്ട്. ഇന്ന് ദൈവഭയം സഭകളിൽ മാറിപ്പോയി, ദൈവദാസന്മാരിൽ മാറിപ്പോയി. ഞാൻ പറയുമ്പോൾ ടോട്ടലി അടച്ച് ഞാൻ പറയുമല്ല, കാണുന്ന ചില കാര്യങ്ങളിലൂടെ അരുതാത്ത വാക്ക് പറയാൻ പലർക്കും മടിയില്ല, കള്ളം പറയാൻ മടിയില്ല. ഞാൻ ഒരിക്കലും പെർഫെക്റ്റാണ്, ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഏറെക്കുറെ ചില കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് പറയുകയാണ്. സ്റ്റേജിലൊരു വ്യക്തി, പേഴ്സണലിൽ ഒരു വ്യക്തി. നോ. ആ റോമർ 2 പറയുന്നുണ്ട്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, അകമേ യഹൂദനായൻ എത്ര യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിന്റെ ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദനെ. അവന് മനുഷ്യരാലല്ല, അവൻ ദൈവത്താൽ പുകഴ്ച ലഭിക്കുന്നു. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൈവഭയമുണ്ടെങ്കിൽ കുട്ടികളിൽ പോലും ഇന്ന് ഭയം മാറിയിരിക്കുന്നുണ്ട്. ആ ഭയം മാറിയാനുള്ള കാരണം നമുക്കറിയാം. നമ്മുടെ സിനിമകളും പത്രമാധ്യമങ്ങളും പലതും പ്രത്യേകിച്ച് അച്ചടക്കമില്ലാത്ത ആത്മീയരുടെ ജീവിത ശൈലികളിലും ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നു. ചില വിശ്വാസികൾ, പ്രത്യേകിച്ച് യൗവനക്കാർ, അവരെ നയിക്കുന്ന ദൈവദാസന്മാരെ ശ്രദ്ധിക്കുന്നു. പാപം ചെയ്യാൻ മനുഷ്യന് ലൈസൻസ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവഭയം നഷ്ടപ്പെടും. ഭയം, പണ്ട് ഭയമുണ്ടായിരുന്നു, ദൈവഭയം. പഴയ പിതാക്കന്മാരിൽ ആ ഭയമുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ന് പലതും നമുക്കറിയാം. കള്ളം പറയുന്നതിനോ വഞ്ചിക്കുന്നതിനോ
രഹസ്യത്തിൽ പാപം ചെയ്യുന്നവനോ ദൈവദാസന്മാർക്ക് പോലും ഭയമില്ലാത്ത, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നു, ഒരു ഭയമില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അത് വളരെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ പറയാൻ കാരണം, പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ശിക്ഷയായിരുന്നെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും, ജഡത്തിൽ വിതച്ച നാശം കൊയ്യും. പുതിയ നിയമങ്ങളിൽ ഈ കന്ന കാലത്ത് പെട്ടെന്നല്ല ഒരു വിത്ത് ഭൂമിയുടെ ഉള്ളിൽ വീണ് അത് മുള പൊട്ടി അത് വളർന്ന് അതൊരു സസ്യമാകുന്ന പോലെ തന്നെ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. തിന്മയുടെ കള വിതച്ചാൽ അങ്ങനെയായിരിക്കും അത് ലഭിക്കുന്നത്. പഴയ നിയമങ്ങൾ പെട്ടെന്ന് വീണ് ചാവുമോ അല്ലെ പെട്ടെന്ന് ദൈവകോപം വന്ന്, നമുക്കറിയാം അവർ മറുതലിക്കുമ്പോൾ സർപ്പം വന്ന് അവരെ കടിക്കുന്നു, അതുപോലെ ഭയങ്കരമായി ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങുന്നു. പക്ഷെ എന്താണ് ദൈവം ഈ പുതിയ നിയമത്തിൽ? പുത്രന്റെ രക്തത്തിലൂടെ നമ്മളെ കാണുകയാണ്, കരുണയുടെ കണ്ണിലൂടെ നമ്മളെ കാണുകയാണ്, കൃപയുടെ കണ്ണിലൂടെ നമ്മളെ കാണുന്നത് കൊണ്ട് ദൈവം ക്ഷമിക്കുകയാണ് പുത്രനിലൂടെ. യേശുവിന്റെ ശുശ്രൂഷ നമുക്കറിയാമല്ലോ, മധ്യസ്ഥ പ്രാർത്ഥന. ദൈവത്തിന്റെ ശുശ്രൂഷ എന്താണ്? യേശുവിന്റെ ശുശ്രൂഷ. യേശുവിന്റെ ശുശ്രൂഷ മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗം ഇരിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷം പിടിക്കുന്നു. എന്താണ് പക്ഷം പിടിച്ചത്? ദൈവമേ ക്ഷമിക്കണേ, അവർ അറിവില്ലായ്മ ഉണ്ടാകും. നമുക്ക് വേണ്ടി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിൽക്കുകയാണ് കർത്താവ്. മോശ എന്ന മധ്യസ്ഥ അണച്ച പോലെ ഇസ്രായേൽ മക്കൾക്കും ദൈവത്തിനും ഇടയിൽ നമുക്കൊരു മധ്യസ്ഥനേ ഉള്ളൂ പുതിയ നിയമം. അത് യേശു കർത്താവാണ്. പൗലോസ് പറഞ്ഞുകൊണ്ട്, മരിച്ചുയർത്തെഴുന്നേറ്റനായ ദൈവപുത്രനായ മനുഷ്യപുത്രനായ യേശു കർത്താവ്. അപ്പൊ ഈ ഭയം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് തെറ്റിയതിന് കുഴപ്പമില്ല. ഈ ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ദൈവദാസന്മാരെ കുറ്റം പറയുന്നതും. എന്തിനും പണ്ട് ഒരു കർത്താവിന്റെ അഭിഷിക്തനാണ്, അല്ലെ ഒരു കർത്താവിന്റെ ദാസനെതിരെ ഒരു വാക്ക് പറയില്ല, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ സംസാരിക്കരുത്. ഇന്ന് ഭയം നഷ്ടപ്പെട്ടു. കാരണം അവർക്കത് ചെയ്യുമ്പോൾ ശിക്ഷകളില്ല ഉടനെ. പക്ഷെ അതിൻ്റെ എല്ലാം ഗൗരവപരമായ ശിക്ഷകൾ തലമുറകളിലേക്ക്. അകൃത്യം, പിതാക്കന്മാരുടെ അകൃത്യം അല്ലേ, തലമുറ വരെയാണ്. ചിന്തിച്ച് നോക്കിയേ. അതുപോലെ തന്നെ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ആ തലമുറകളെയാണ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം, ആരെയും വ്യക്തിഹത്യകള് തകർത്തുകളെ കൊല്ലുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ചെയ്യുന്നതിന്റെ പിൻപിൽ ദൈവഭയമില്ലാത്തത് കൊണ്ടാണ്. അതിന്റെ പിൻപിൽ സാത്താന്റെ കരങ്ങളുണ്ട്, തിന്മയുടെ കരങ്ങളുണ്ട്, ദൈവഭയമില്ലായ്മയുണ്ട്. അതുകൊണ്ടാണ് വെട്ടും കുത്തും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപക്ഷെ പുറത്ത് വെട്ടും കുത്തും കൊലപാതകം നടക്കുന്ന സഭയ്ക്കുള്ളിൽ തന്നെ അതിക്രമങ്ങൾ നടക്കുന്നു, തെറ്റുകൾ പെരുകുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദൈവഭയം. അതിനാണ് വേദപുസ്തകം നല്ലൊരു മനസ്സാക്ഷി നമുക്കുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ദൈവദാസനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെതിരെ എന്തോ ഒരു പ്രചരണം, വളരെ എന്തോ ഒരു കാര്യങ്ങൾ. അപ്പം വേറൊരു സീനിയർ ദൈവദാസൻ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു ചോദിച്ചു, അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അദ്ദേഹം ഇല്ല പാസ്റ്ററെ, 100% യെസ്, നിങ്ങൾ ഭാരപ്പെടണ്ട, തന്നെ നീങ്ങി പാറിപ്പോന്ന് പറഞ്ഞു. അപ്പൊ എന്തോ ആ ജീവനക്കാരനായ ദൈവദാസനും ഭാരമില്ല മുഖത്ത്. കാരണം മനുഷ്യരിങ്ങനെ പറയുന്നതിനുള്ള പ്രയാസമുള്ളൂ. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അയാളെ ശക്തമായി ഉപയോഗിച്ചെന്ന് മാത്രമല്ല, അതെല്ലാം മാഞ്ഞുപോയി. നല്ലൊരു മനസ്സാക്ഷി. ഞാൻ എപ്പോഴും പറയും, വേറെ എന്തെന്നെ കുറിച്ച് ലോകം എന്തും പറഞ്ഞോട്ടെ, എനിക്ക് ഒരു ദൈവദാസൻ എന്നുള്ള ലെവലിൽ ഒരു നല്ല മനസ്സാക്ഷി, ആ നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് തെറ്റിയാൻ കഴിയത്തില്ല. ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുത്താൻ കഴിയും. നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്ക് ഭാരമുണ്ടായിരിക്കും. നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ കൂട്ടു സൗകര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കും. നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും, അച്ചടക്കം ഉണ്ടായിരിക്കും. നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നോ എന്ന് പറയുന്നിടത്ത് നോ എന്നും ഏസ് എന്ന് പറയുന്നിടത്ത് ഏസ് എന്നും പറയാൻ നമുക്ക് കഴിയും. അയ്യോ സാരമില്ലയോ, നമ്മുടെ ആളില്ലയോ, സാരമില്ല എന്ന് നമ്മൾ പറയത്തില്ല. ആ തെറ്റിനെ തെറ്റെന്നും വേദപുസ്തകം പറയുന്ന പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കണം. പ്രാണത്യാഗത്തോളം. ഞാൻ എപ്പോഴും ചോദിക്കും, ഒരു കൊതുക് നമ്മളെ കണ്ടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും, നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? നന്ദിയോടെ സ്തുതിക്കും. അതുപോലെ തന്നെ വേണം ഇങ്ങനെ പറയാം, മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് മുൻപോട്ടുള്ള ഓട്ടം സ്ഥിരതയോടുകൂടി. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ദൈവഭയം സഭയിലേക്ക് വരുമ്പോൾ ഉണർവുണ്ടാവും. ഉണർവിന് വേണ്ടി ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. നല്ലൊരു മനസ്സാക്ഷി. അദ്ദേഹം എൻ്റെ കൂട്ടു സഹോദരനാണ്, അദ്ദേഹത്തിന് നഗ്നത ഞാൻ പ്രദർശിപ്പിക്കാൻ എനിക്ക് അനുവാദമില്ല. 1000 വ്യാഖ്യാനങ്ങള് കുറ്റം പറയുന്നവർക്ക് എടുത്ത് പറയാനും കഴിയും. ഞങ്ങളല്ലാതെ ആരാണ് അവരെ തെറ്റിദ്ധരുത്തേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറ്റിദ്ധരുത്താൻ അവകാശമുണ്ട്. എല്ലാവർക്കും പറയാം. അതിനൊരു ദൈവസ്നേഹമുണ്ട്, അതിനൊരു ബഹുമാനമുണ്ട്. എടാ പോടാ വാടാ എന്നൊക്കെയുള്ള വിളികളും ഞാൻ പറഞ്ഞില്ലേ, ദൈവഭയം നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറയാം, ജഡത്തിൽ നീ വിതച്ചാൽ ജഡത്തിൽ നാശം പോയി, ആത്മാവിൽ നിത്യജീവൻ. നമുക്കറിയാം, ദാവീദ്
വേദപുസ്തകത്തിൽ വലിയൊരു തെറ്റ് ചെയ്യുന്നുണ്ട്. ഈ വലിയ തെറ്റ് ചെയ്യുമ്പോൾ നാഥാൻ പ്രവാചകൻ വന്നൊരു ഉപമ തന്നോട് പറയുകയാണ്. ഒരിക്കലൊരു ധനവാന് ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. എന്നാലേ താനൊരു വിരുന്ന് വന്നപ്പോൾ ഒരു ദരിദ്രനായ ഒരാടെ പെൺകുഞ്ഞാടിനെ താൻ എടുത്തു, അതിനെ യാഗം കഴിച്ചു. പെട്ടെന്ന് ദാവീദിന് കോപം വന്നു. ആരെവിടെ? അവൻ ആരാണ്? ഉടനെ നാഥാന് പറയാൻ അന്ന് ധൈര്യമുണ്ടായിരുന്നു, നീയാണ്. പക്ഷെ പെട്ടെന്ന് ആ വാളവിടെ കിടക്കുന്നിടത്ത് തീർച്ചയായിട്ടും ആ നാഥാനെ വെട്ടാമായിരുന്നു ദാവീദിന്, അതിന് അധികാരമുണ്ടായിരുന്നു. പക്ഷെ താൻ കമന്ന് വീണ് താനെ രാജവസ്ത്രമൊക്കെ മാറ്റി കമന്ന് കടന്ന് കരഞ്ഞ് അനുദപിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാം. അതാണ് വചനം പറയുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. അവനൊരു അഡൾട്ടറായിരുന്നു, ഒരു വ്യഭിചാരകനായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കുഞ്ഞെ, ആരെയും കുറ്റപ്പെടുത്താനല്ല, നിങ്ങളോട് പറയുമ്പോൾ എനിക്കും തിരുത്താൻ, ഞങ്ങൾക്കൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് തിരുത്താനുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ പറയുന്നു, നാം വിശ്വസ്തരായിരിക്കണം. ദേവദാസന്മാരുമായിട്ടൊക്കെ നമ്മൾ സഹകരിക്കുമ്പോൾ വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത ധാരാളം പേരുണ്ട്. വിളിക്കാമെന്ന് പറഞ്ഞാൽ അവർ വിളിക്കുകയില്ല, ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല, കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കോൾ ചെയ്യത്തില്ല. എന്നാൽ കൃത്യമായിട്ട് രാത്രി 11 മണിയായാലും ഓർത്തിരുന്ന് വിളിക്കുന്നവരുണ്ട്. വിശ്വസ്തത ഇന്ന് സഭയിൽ നഷ്ടപ്പെട്ടു പോയി. പഞ്ച്വാലിറ്റി, അച്ചടക്കമില്ല. 10 മണിക്ക് ശുശ്രൂഷയ്ക്ക് വരണ്ടെങ്കിൽ ഈ ദേവദാസനെ കാത്ത് ജനങ്ങളും എല്ലാം ഇരിക്കുമ്പോൾ ബൈ ചാൻസിൽ ഡിലേ ആകാം. പക്ഷേ അങ്ങനെയുള്ള യാതൊരു ഓർഡറും ഇല്ലാത്ത ഒരു ലെവലിലേക്ക് ദൈവഭയം നഷ്ടപ്പെടുമ്പോൾ അത് മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്കും എനിക്കും ബാധ്യതയുണ്ട്. ഞാൻ പലപ്പോൾ ചിന്തിക്കും, കള്ളം പറയാനോ ചീത്ത പറയാനോ, കർത്തൃമേശ എടുക്കുന്നവർ പോലും ധാരാളം ചീത്ത വാക്കുകൾ പറയുന്നവരുണ്ട്. ഞാനും കർത്താവിനെ അറിയാത്ത വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഭയമാണ്. അരുതാതൊരു വാക്ക്, ഒരിക്കലും ചീത്ത അങ്ങനെയുള്ള വാക്കുകൾ പറയത്തില്ല, പക്ഷെ അരുതാതൊരു വാക്ക് നെഗറ്റീവ് പറഞ്ഞാൽ പോലും ദൈവം ക്ഷമിക്കണം. ഇന്ന് ഭയം. എനിക്കറിയാം, കർത്താവിനോട് ദേവദാസൻ വലിയ സ്റ്റേജ് പ്രാസംഗികനൊന്നും അല്ല. പക്ഷേ താനെ പറയും, പ്രസംഗിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മളോട് ഇടപെടുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി ദൈവാത്മാവായിട്ട് ബന്ധമുണ്ടെങ്കിൽ നീ അന്ന് സംസാരിച്ചപ്പോൾ നീ എന്തിനാണ് ആ വാക്ക് പറഞ്ഞത്? നീ എന്തിനാണ് അവരെ അങ്ങനെ വേദനിപ്പിച്ചത്? അല്ലെ, നിനക്ക് അത് പറയാൻ എന്താണ് റൈറ്റ് എന്നൊക്കെ പരിശുദ്ധാത്മാവ് ചോദിക്കുമ്പോൾ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയാനൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ അതിനാണ് വേദപുസ്തകം പറയുന്നത് നല്ല മനസ്സാക്ഷി. ഇന്ന് മരവിച്ചു പോയി. ആർക്കും ആരെയും എന്തും പറയാം, ചെയ്യാം, ഉപദ്രവിക്കാം, എന്ത് കൃത്രിമത്വം കാണിക്കാം. ഒരു കമ്പിളി എടുത്തു വെച്ച് ആകാനെ വേദപുസ്തകം നമുക്ക് കാണിക്കാം. അവരുടെ വലിയ യാത്രയെ മുടക്കുകയാണ്. ദൈവം ശബദാർപ്പിതമാന്ന് പറഞ്ഞ് എടുക്കരുതെന്ന് പറഞ്ഞ് എടുത്തവര്, ദൈവം തുടരുതെന്ന് പറയുമ്പോൾ തൊടുന്നവര്, ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു നല്ല മനസ്സാക്ഷി നമുക്കറിയാം. ഞാൻ അടുത്തിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഒരു വിഭാഗങ്ങളെ കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ചില പറയണം, ഒത്തിരി പാരമ്പര്യങ്ങൾ, ഒത്തിരി വേർപാട് പറയുന്നവരോട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഡീൽ ചെയ്യുമ്പോൾ അവിടെ സാമ്പത്തിക വിഷയങ്ങൾ യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ ഇടപെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസഗോളങ്ങളിൽ, പാരമ്പര്യപരമായ സഭ, പേരൊന്നും എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പെന്തക്കോസ്ത് സഭകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനസ്സാക്ഷിയില്ലാതെ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട്, ഒരു ബിസിനസ്സുകാരനാണോ മറ്റുള്ളവൻ മേടിക്കുന്നതിൽ കൂടുതൽ ദയം മേടിക്കും. എന്തെങ്കിലുമൊക്കെ ഒരിക്കലും ഒരാൾ വന്നൊരു ഒരു വാഹന ഇടപാടിൽ പറഞ്ഞു, ഞങ്ങളെ വഞ്ചിച്ചത് വേറെ ആരുമല്ല. പഴയ കാലങ്ങളിലൊക്കെ കള്ളന്മാരെന്നൊക്കെ പല പദങ്ങൾ ഉപയോഗിച്ചെങ്കിൽ നമ്മളൊക്കെ ഒത്തിരി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. അനുഭവങ്ങളിലൂടെ ഒത്തിരി കൊടുക്കവാകലുകൾ. ഒരു നല്ല മനസ്സാക്ഷി നമ്മുടെ ജീവിതത്തിൽ. ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കും, ഫലങ്ങൾ നമ്മളിത് വരേണ്ട ദൈവമക്കളെ, ഫലം വരണം. എനിക്കറിയാം, വേദപുസ്തകത്തില് ആ എലിയാവ് നടന്നു പോകുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും അല്ല, ചിലപ്പോൾ 100-ൽ ചിലപ്പോൾ ചെറിയ കളകളായിരിക്കാം, ചിലപ്പോൾ അതും വളരെയായിരിക്കും. ഇനി കൊയ്ത്ത് സമയത്തെ പറിച്ചു കളയാനൊക്കെ തോന്നും. പക്ഷേ കയ്പിന്റെ വേര് മുളച്ച് എല്ലാം മലിനമാകുന്ന പോലെ നമുക്കറിയാം. ശൂനേംകാരത്തി സ്ത്രീ പറയുന്നുണ്ട്, നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു, അവൻ വിശുദ്ധനാണെന്ന് തോന്നുന്നു കാഴ്ചയിൽ, നമുക്ക് അവനൊരു മുകളിൽ ഒരു മുറി അവന് കൊടുക്കാം. ആരെ എവിടെയാണ് വിശ്വാസത്തോടെ പാർപ്പിക്കാൻ കഴിയുന്നത്? എത്രയോ ദുഃഖത്തോടായിരിക്കും ഓരോരുത്തർ സാക്ഷ്യങ്ങൾ പറയുന്നത്. എത്രയോ ദുഃഖത്തോട് തീ പാറുന്ന പോലെ അഭിഷേകം ലീഡ് ചെയ്ത ഒരു മകനെ കുറിച്ച്, ആ മകന് വീട്ടിൽ അഭയം കൊടുത്തപ്പോൾ ഒരു പിതാവ് ദുഃഖത്തോടെ പറഞ്ഞൊരു കാര്യം എനിക്കിതിലൂടെ ഷെയർ ചെയ്യാനൊക്കത്തില്ല. വിദേശങ്ങളിലൊക്കെ ദേവദാസന്മാർ കടന്നു ചെല്ലുമ്പോൾ ഒരു ഫാമിലി ദൈവമേ കർത്താവിന്റെ അഭിഷേകം എന്ന് പറഞ്ഞ് അഭയം കൊടുക്കുമ്പോൾ വിശ്വസ്തയോട്, നല്ല മനസ്സാക്ഷിയോട് എത്ര പേർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, ദൈവഭയം, നല്ലൊരു മനസ്സാക്ഷി.
അത് പാസ്റ്റർമാർക്ക് മാത്രമല്ല, വിശ്വാസികൾക്ക് മാത്രമെന്നല്ല, എല്ലായിടത്തും, രാഷ്ട്രീയ മേഖലകളിലും, സിനിമാ മേഖല. എനിക്കറിയാം പുറത്തുള്ളവർ ധാരാളം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ലവരുണ്ട്. പക്ഷെ സാമ്പത്തിക ഇടപാട് ഞാൻ പറയാം, ഒരു ഡീലിംഗ് ആണെങ്കിൽ, ഒരു പെന്റക്കോസ്റ്റ് വിശ്വാസി, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി അതിനകത്താണെങ്കിൽ അവർ മറ്റുള്ളവർ ചെയ്യുന്നതിൽ അല്പം കൂടെ ചാർജ് കൂട്ടി ചെയ്യും. അല്ലെ എന്തെങ്കിലും ഒരു പരിപാടി, എല്ലാവരുടെയും അല്ല, എൻ്റെ ഈ ഒരു 25 വർഷത്തെ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അവിടെയെല്ലാം നമ്മൾ മനസ്സാക്ഷിയോട് ഒരു ഡിസ്കൗണ്ട്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ തമാശയായിട്ട് പറയും അല്ലേ, അറിയാവുന്ന 2 ഇടി കൂടുതലെന്ന് പറയും അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ദൈവത്തോട് ചിന്തിക്കും, ദൈവമേ നീ എന്നെ വാനോളം ഉയർത്തിയില്ലെങ്കിൽ ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ വേല ശക്തമായിട്ട് തന്നെ, ഹൃദയത്തിലെ ആഗ്രഹമാണ് അപ്പോസ്തലന്മാർ ചെയ്ത പോലുള്ള കാര്യങ്ങളിൽ തന്നെ ശുശ്രൂഷകൾ നയിക്കണം. അപ്പോൾ തന്നെ എനിക്ക് ദൈവത്തോട് പറയാനുള്ളതുണ്ട്, ദൈവമേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് നല്ല ഒരു മനസ്സാക്ഷി, നല്ല പോർപരുതി ഓട്ടം തേച്ച് വിശ്വാസം കാത്ത് പൗലോസ് പറയുമ്പോൾ തന്നെ ഓരോ ദിവസവും അങ്ങനെ നമ്മളിൽ ഒരു മാറ്റം വേണം. ഇങ്ങനെ പറയാം, ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ ഒരു ഫലം കായ്ക്കുന്ന സ്നേഹം, സന്തോഷം, സമാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയം, വിശ്വസ്ത എന്ന ഫലങ്ങൾ. ഒരിക്കലെ കർത്താവ് ഉപയോഗിക്കുന്ന ശക്തനായ ഒരു ദൈവദാസൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞേ, അമേൻ, ഇന്ന് ദൈവസഭയ്ക്ക് ഒരു പക്ഷിക്ക് 2 ചിറകുകളുണ്ടെങ്കിൽ സുഖമായിട്ട് പറക്കാനൊക്കെ തോന്നും. എന്നാൽ ഒരു കൈ അന്യഭാഷയും കൃപാവരങ്ങളുമാണ്. ഒരു ചിറക്, മറ്റേ ചിറക് തളർന്നു കിടക്കുക. 2 ചിറകില്ല പക്ഷിക്ക്. ആ ഒരു ചിറകാണ് ഫലം, ദൈവിക ഫലം. ആ ദൈവിക ഫലം നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു, ഞങ്ങൾ ചിലതൊക്കെ വേർപെട്ടു, ഞങ്ങളെ നോക്കും, ഞങ്ങൾ കുഴപ്പമില്ല. പക്ഷെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ കർത്തൃമേശയ്ക്ക് ആൾ വരുമ്പോൾ ഞാൻ പറയുന്ന യോഗ്യതകൾ വേറെ ഒന്നുമല്ല. ഞാൻ കർത്തൃമേശയാണ് പറയുന്നത്. ഞങ്ങൾ ഒന്നാമത് ഡിമാൻഡ് ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടവർ കർത്താവിൻ്റെ മേശ കൊടുക്കാം. പക്ഷെ ഞാൻ അതുകൊണ്ട് പലരും സ്നാനപ്പെടാതെ നിൽക്കുന്നുണ്ട്. സ്നാനപ്പെട്ടവർക്കാണ് നമ്മൾ അങ്ങനെ, കാരണം അല്ലെ അവരതിനെ ഒരു സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഞാൻ പറയുന്നത്, ക്ഷമിക്കാനുണ്ടോ? അങ്ങനെ നിങ്ങൾ അനവധി പേര് രോഗികളാകുന്നു, നിദ്ര കൊള്ളുന്നു, ബലഹീനരാകുന്നു. ക്ഷമിക്കണം മറ്റുള്ളവർ. 1000 താലന്ത് കടപ്പെട്ടവൻ ഇളച്ചു കിട്ടിയപ്പോൾ 100 താലന്ത് കടപ്പെട്ടവന്റെ കഴുത്തിന് പിടിക്കുന്നതായിട്ട് യേശു ഉപമയിൽ പറയുന്നുണ്ട്. ക്ഷമിക്കാനും വിട്ടയക്കാനും സഹിക്കാനും പൊറുക്കാനുമൊക്കെ ദൈവമക്കളിലേക്ക് അങ്ങനെ ഒരു കാര്യം വന്നാൽ, ഞാനും അല്പം ദേഷ്യമൊക്കെ ഉള്ള ആളാണ്. ചിലപ്പോൾ ഞാൻ ചില ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞാനെ പോലും അല്ലെ സഭയിലാണ് ക്ഷമിക്കണമേ എന്ന് പറയാൻ ഇപ്പൊ പിന്നെ ദൈവകൃപയാൽ അതിനും ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. ക്ഷമിക്കണമേ എന്ന് പറയാൻ മടിക്കരുത്. ഭർത്താവ് ഭാര്യയോട് പറയാൻ മടിക്കരുത്. ഭാര്യ ഭർത്താവിനോട് പറയാൻ മടിക്കരുത്. വിശ്വാസികളുടെ കുടുംബം മാതൃകാരിക്കണം. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്ന, കരയുന്ന ഒരു അമ്മയാണെങ്കിൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ അമ്മമാരെ എപ്പോഴും ശ്രദ്ധിക്കും. റോൾ മോഡലാണ് കുഞ്ഞുങ്ങളും പിതാവിന്. എൻ്റെ പിതാവ് വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹം നമ്മുടെ ഒരു വിശ്വാസികളായിരുന്നില്ല. ആയിരുന്ന വിശ്വാസികൾ അദ്ദേഹം ഒരു ഓർത്തഡോക്സ് സഭയിലായിരുന്നു. ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്ന 9 വർഷം കഴിഞ്ഞു. പക്ഷെ ഇന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ ദൈവദാസന്മാരുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ നല്ല നല്ല ചിട്ടകൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. നല്ല മനസ്സാക്ഷി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അരുതാത്ത ഒരു കള്ളം പറയാൻ അദ്ദേഹം മുതിരത്തില്ലാണ്. ഏതെങ്കിലും തരത്തിലൊരു നീതികേടിന് അദ്ദേഹം കൂട്ടു നിൽക്കത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവഭയം ഇന്ന് നമ്മളിൽ നഷ്ടപ്പെടും. ഈ ദൈവഭയമാണ് ഉണർവ് കൊണ്ടുവരുന്നത്. ആ ദൈവഭയം വരുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. ദൈവഭയം വരുമ്പോൾ മറ്റുള്ളവരെ കരുതാനും കഴിയും. ദൈവഭയം നമ്മളിലേക്ക് വരുമ്പോൾ നല്ല മനസ്സാക്ഷി നമ്മളിൽ വരും. ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നില്ല. എൻ്റെ സഭയിലാണ് പറഞ്ഞാൽ തെറ്റ് ചെയ്ത് ഈ അടുത്തിടെ ഒരു ദേവദാസൻ ചോദിച്ചു, സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങളിൽ ചില സഭാമക്കളിൽ എന്തെങ്കിലും പൊളിറ്റിക്സ് അതിന് പ്രയാസം ഉണ്ടെങ്കിലും ആ ദേവദാസനെതിരെയോ വ്യക്തിക്കെതിരെയോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മനസ്സാന്തരപ്പെടാതെ ആ സഭയിൽ അവർ വരണ്ട. വേറൊരു സഭയായിരിക്കും ദൈവരിക്കുന്നു. ആളിനെ കൂട്ടാനും ചപ്പും ചവറും ഒന്നും വാരി കൂട്ടരുത്, കളകൾ കയറ്റരുത്. നിയമങ്ങളിലൂടെ തന്നെ പോകണം. സഭ വളർത്തുന്ന ദൈവമാണ്. കോംപ്രമൈസ് ചെയ്യൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവം എന്നെ പഠിപ്പിച്ച അങ്ങനെയാണ്. നോ പറയാനായിട്ട് നോയ്. കോടികൾ തരുന്നൊരു അച്ഛനായിരിക്കാം ഭവനത്തിൽ, കോടികൾ തരുന്നൊരു ബിസിനസ് മാതിന്റെ സഭയിൽ വന്നെങ്കിലും അവര് തന്ന സ്തോത്രം നന്ദി. അവര് വിതച്ചാൽ അവർക്കാണ്. അതുകൊണ്ട് ഒരിക്കലും നിയമത്തെയോ ദൈവവചനത്തെയോ കാഴ്ചപ്പാടുകളെ മാറ്റരുത്. ആദ്യ സമയങ്ങളിൽ ദൈവം ഇടപെട്ട് ഇന്നും 25 വർഷമായിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ ഇടയാക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും സഭയെ പറയും, ഞങ്ങളെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു തരത്തിൽ പറ്റത്തിലേക്ക് പോകാം. സ്നേഹത്തിൽ പോകുന്ന ഏറ്റവും നല്ലത്. കാരണം അവരങ്ങനെ പോകാറില്ല. അങ്ങനെ പോയാൽ നല്ലത്. അനുഗ്രഹം വാങ്ങി തന്നെ. പക്ഷേ എനിക്ക് അല്പം പ്രയാസമുണ്ട്. നിങ്ങൾ പറഞ്ഞു പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കലും കള വിതയ്ക്കല്ല്, ഹൃദയത്തിൽ കയ്പ് കൊണ്ട് നടക്കല്ല്. കാരണം ദൈവഭയം നമ്മളിൽ വരുമ്പോൾ ആ ദൈവഭയമാണ് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പം അതിന് വേദവസ്തം തന്നെ പറയുന്നുണ്ടല്ലേ,
ആ സദൃശവാക്യം തന്നെ പറഞ്ഞ് യഹോവ ഭക്തി അല്ലേ, ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ആ ഭയം, ആ ഭക്തി, ജ്ഞാനത്തിൻ്റെ ഭയം എന്ന് പറഞ്ഞു എപ്പോൾ ദൈവം അതിനെ അടിക്കുമെന്നുള്ള ഭയമല്ല. ജീവനുള്ളൊരു ദൈവമുണ്ട്, അഗ്നിജ്വാലയ്ക്കത്തൊരു കണ്ണുള്ളൊരു ദൈവമുണ്ട്, എന്നെ കാണുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒത്തിരി തീപ്പൊരി പ്രസംഗിപ്പോടെ പറയാം. പക്ഷെ പരസ്പരം ബഹുമാനിക്കാനും പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോഴും ആ വ്യക്തിയുടെ കുറ്റം പിന്നെ പറയാതെ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തകർന്നവർക്ക് വേണ്ടി സഭകൾ, കർത്താവിൻ്റെ സഭയാണ് എൻ്റെ സഭ, പല ദൈവാസങ്ങളും എൻ്റെ സഭ, എൻ്റെ കൂട്ടായ്മ എന്നുള്ളത് മാറ്റിക്കൊണ്ട് പൗലോസിന് അങ്ങനെ കാഴ്ചപ്പെടലാണ്. യേശു പറഞ്ഞു എനിക്ക് മറ്റു തൊഴുത്തുകളുണ്ട്. പൗലോസ് പറഞ്ഞു സഭകളെ കുറിച്ചുള്ള ഭാരം, എനിക്കൊരു കൂട്ടായ്മ ഉള്ളപ്പോൾ എനിക്ക് ദേശത്തെക്കുറിച്ച് ഭാരമുണ്ട്. ഒരു കരയുവാനും ഒരു ദൈവാസനെ ഓണർ ചെയ്യുവാനും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തരത്തിലേക്ക് ഇന്ന് വലിയ അന്യഭാഷ പറയുന്നവർ പോലും ചിലപ്പോൾ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തവരുണ്ട്. നമ്മൾ അവിടെയെല്ലാം പരസ്പരം കുറ്റപ്പെടുത്താതെ ദൈവഭയത്തിൽ, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കാണും. പറ്റത്തില്ല. നീ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ പെർഫെക്റ്റാണ്, ഒരിക്കലുമല്ല. പക്ഷെ അത് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ദൈവമേ കൃത്രിമമായിട്ട് ലോകം യേശുവിന് പറയാനൊരു പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. യേശുവിന് പറയാൻ നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ, ഞാൻ റിവൽ ടുഡേ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ ഭാര്യ ഇരിക്കുമ്പോഴും എനിക്ക് എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തെറ്റുകളുണ്ടോ, ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ്. എന്തെല്ലാം ലോകം നമ്മളെ, ഞാൻ ദൈവത്തിന് കൊടുക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കും, സാമ്പത്തികമായിട്ട് നമ്മൾ പഠിപ്പിക്കും, പ്രോസ്പെരിറ്റി തിയറി എന്നല്ല, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പഠിപ്പിക്കും. ഒപ്പം തന്നെ ദൈവവചനത്തിൽ മായം ചേർത്തിട്ടില്ല, ഇന്ന് വരെ വെള്ളം ചേർത്തിട്ടില്ല. വിശ്വസ്തയോട് അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് പുറമേ നോക്കുമ്പോൾ ചില പാസ്റ്റിൻ്റെതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയങ്ങളെ അറിയുന്ന, എൻ്റെ ഹൃദയങ്ങളെ നോക്കുന്ന ഒരു ദൈവവും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം. കർത്താവ് പറഞ്ഞു വൃക്ഷത്തെ കണ്ട് ഫലം തിരിച്ചറിയാം. ആട്ടിന്റെ വേഷം പൂട്ട ചെന്നായ്ക്കളെന്ന് വേദപുസ്തകൻ പറയുന്നുണ്ട്. പലപ്പോഴും കള്ള സഹോദരന്മാരും വെളിച്ച ദൂതൻ താനും സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കും. പക്ഷെ ഈ തിന്മ നിറഞ്ഞ ഈ ലോകത്ത് എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു സാക്ഷ്യം ഞാൻ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. യഹോവ ഭക്തി, ഒരു വിശ്വസ്തത. അതിന്റെ സഭാമക്കളുടെ മുമ്പിൽ ആരാണ്? ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഒട്ടും അവരോട് കോംപ്രമൈസ് ചെയ്യത്തില്ല. ചില കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ, അത് ആരാധന ആയിക്കോട്ടെ, പ്രാർത്ഥന ആയിക്കോട്ടെ. എനിക്ക് ഉഴപ്പുകാരെ ഇഷ്ടമല്ല. എനിക്ക് ആരാധനയ്ക്ക് തീർന്ന പകുതി കഴിഞ്ഞ് വരുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അവരോട് പണക്കമില്ല. ദൈവത്തിന് കൃത്യമായിട്ട് കൊടുക്കും. ദൈവത്തെ എല്ലാ മീറ്റിങ്ങുകൾക്കും പ്രാർത്ഥനയ്ക്കും ചേർന്നിരിക്കുന്നവർ, അത് സാധുക്കളായാലും ആരായാലും അവരുടെ സ്നേഹമാണ്. കുഞ്ഞുങ്ങളോട് എങ്ങനെ പേരൻസിന് സ്നേഹം വരുന്നു? അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന കുഞ്ഞിനോടല്ലേ. അത് തക്കത്ത് പഠിക്കുന്നു. അതിനോട് കുളിക്കാൻ, നനയ്ക്കാൻ, ഒരുങ്ങാൻ പറയേണ്ട, ഭക്ഷണം കഴിക്കാൻ പറയേണ്ട, അതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ അത് അമ്മയൊന്ന് കളിക്കാൻ പോകട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് പോകട്ടെ, ആ മാതാപിതാക്കൾക്ക് ഒരു പ്രയാസമില്ല. മുൻപേ രാജ്യവും നീതിയും അന്വേഷിച്ചു. എന്താണ് ഈ സന്ദേശത്തിലൂടെ എനിക്ക് പറയാനുള്ളത്? ഏറെക്കുറെ നല്ലൊരു മനസ്സാക്ഷി എല്ലാം നഷ്ടപ്പെട്ടു പോയി മക്കളെ. ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കും, ദൂതന്മാർ ശ്രദ്ധിക്കും, സ്വർഗം മുഴുവൻ ശ്രദ്ധിക്കും. ദൈവഭയം നഷ്ടപ്പെട്ടതിന് ഞങ്ങളുടെ സമയം വൈഫിനോട് പറയും, ആത്മഗോളം വല്ലാതായിപ്പോയി. വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിലനിൽക്കുന്ന സത്യം മാത്രമേ ഉള്ളൂ കേട്ടോ. സത്യത്തിന് അരയ്ക്ക് കെട്ടിരിക്കുകയാണ്. സർവായുധ വർഗങ്ങൾ ധരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സത്യം അരയ്ക്കാണ്. ആ സത്യം കോംപ്രമൈസ് ചെയ്യും. ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നി, ഒരു സഹോദരി സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ആ മകള് കുവൈറ്റിലാണ്. എന്നോട് പറഞ്ഞു, പക്ഷേ ഇടയ്ക്ക് അമ്മയൊന്ന് പോയി കാണണേ, പാലിയേറ്റിക്കാറില്ല. എനിക്ക് പറ്റിയില്ല. ഞങ്ങളുടെ തിരക്കൊണ്ട് പറ്റിയില്ല. തൊട്ടടുത്തുമായിരുന്നു, പോകാൻ പറ്റിയില്ല. പക്ഷേ ഈ മാതാവ് വന്നപ്പോൾ എനിക്ക് വേണേൽ പറയാം, ആയിരങ്ങൾ കയറി ഇറങ്ങും, നൂറുകണക്കിന് ആൾക്കാർ കയറി ഇറങ്ങുന്നൊരു സ്ഥലമായിരുന്നു. പോയെന്ന് എനിക്ക് വേണേൽ കള്ളം പറയാമായിരുന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ പോയാലും ഇല്ലേ പ്രാർത്ഥന, അവർ മരിച്ചു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ക്ഷമിക്കണം, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ആ സത്യം ഞാൻ പറഞ്ഞപ്പോൾ ഒത്തിരി വേദന വന്നു. ആ സൗകര്യയുടെ മുഖം പെട്ടെന്ന് മാറി. എൻ്റെ മെമ്പറല്ല അവർ, പരിചയമുള്ളൊരു സ്ത്രീയാണ്. അയ്യോ എന്നാലും പാസ്റ്റർ അത് ചെയ്തില്ലല്ലോ, വിഷമായി പോയെന്നൊക്കെ പറഞ്ഞ് അവർ പൊട്ടിക്കാരും. പക്ഷെ ഞാനൊന്നും മിണ്ടാൻ പോയി. പക്ഷെ അതിലും ഇരട്ടി സ്നേഹത്തോട് ആ സഹോദരി പിന്നോട് എനിക്ക് വേണ്ടി ഇടപെടാൻ തുടങ്ങി. കാര്യം ഞാൻ ആ സത്യം പറഞ്ഞപ്പോൾ ആ സത്യം എന്തായിരുന്നു? ആ സത്യത്തിന് മറിയിൽ അദ്ദേഹം അവർ ചിന്തിച്ചു കാണാൻ ആ ദേവദാസിനെ കള്ളം പറയാൻ പായിരുന്നു. ഞാൻ ഇതിനെ കള്ളം പറയുന്നു? എത്ര കള്ളം പിന്നെ ഞാൻ അതിനെ ഉറപ്പിക്കാൻ പറയണം? ചെയ്യരുത് ദൈവമക്കളെ. നമ്മൾ അതിലേക്ക്, ഞാൻ എപ്പോഴും ദൈവത്തോടും പറയും, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിലാണേലും അവർ കാണുന്നൊരു പപ്പ ആയിരിക്കണം സ്റ്റേജ് ചെയ്യുന്നത് പ്രസംഗിക്കും. രഹസ്യത്തിൽ മുഴങ്കാലിന്ന് കരയുന്ന ഒരു പപ്പ എൻ്റെ കുഞ്ഞുങ്ങൾ കാണണം, എൻ്റെ ഭാര്യ കാണണം. ആ മനുഷ്യൻ ഒരു വലിയ ഭക്തനാണെന്ന് പറയണം, വിശ്വാസികൾ പറയണം. ചില കാര്യങ്ങളിൽ നമ്മൾ ലോകം മുഴുവൻ ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയാണ് തെറ്റിദ്ധരിച്ചിരിക്കും. പക്ഷെ ഞാൻ വിളിച്ചു പറയാം, ഞാനത് ആഗ്രഹിക്കുകയാണ്. സിനിമാ ലോകം, രാഷ്ട്രീയ മേഖലകളിലും നമ്മുടെ സമ്പത്തോ
നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ മിടുക്കോ നമ്മുടെ ആരോഗ്യം കൊണ്ടൊന്നും നമുക്ക് കാണിക്കാനോ. വലിയൊരാൾ പറഞ്ഞാൽ വലിയ സമ്പന്നനാന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പന്നന്മാരുണ്ട്. ഇവിടെ നമ്മളെ അങ്ങനെ വലിയ ആളാക്കാവുന്ന അങ്ങനെ വേദസ്വം പറഞ്ഞിട്ടില്ല. വേദസ്വം പറഞ്ഞേക്കുന്ന മാനിക്കാവുന്ന ഉയർത്തും ദൈവം. പക്ഷെ നിർത്തുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, വിശുദ്ധി, വേർപാട്. അതിനെല്ലാം ഞാൻ ആ വിശുദ്ധി വേർപാടെന്നുള്ളതിനെ കുറിച്ച് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അത് ഹൃദയങ്ങളാണ്. മനുഷ്യൻ പുറമേ ഉള്ളെന്ന് ദൈവ ഹൃദയങ്ങൾ. നമുക്ക് അങ്ങനെ ഒരു ദൈവഭയം ദൈവസഭയിലേക്ക് വരുമ്പോൾ ഉണർവിനെങ്ങനും പോണ്ട. നമ്മുടെ പരിശുദ്ധാത്മാ മൂവി അപ്പോസ്തല പ്രവൃത്തിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആദിമ സഭയിൽ ആ ഭയമുണ്ടാകും. ആ ദൈവഭയം നഷ്ടപ്പെട്ടതാണ് അന്യസ്യാനിസം സഭയുടെ എടുക്കൽ അത്ര ഇതായിട്ട് പത്രോസ് ഡീൽ ചെയ്തൊരു ഭൂമിയുടെ വിഷയമല്ല. അവർക്കെല്ലാം ഉണ്ടായിരുന്നു. കള്ളം പറയാനെന്ന് മടിയിൽ വ്യത്യസ്തമായി ശുശ്രൂഷകളെ മാറി 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 സ്റ്റേജുകൾ മാറി സ്റ്റേജുകളിലേക്ക് കൂടുന്ന ദിവസന്മാർ ചിന്തിക്കണം. വിശ്വാസികളോടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. ആമേൻ. മറ്റുള്ളവരുടെ സഭയോടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഓരോ മണ്ഡലങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം. നമുക്കറിയാം, തിരക്കുകളുടെ നടുവിൽ ആ 38 സംവത്സരമായവനെ തിരക്കി പോയ യേശുവിനെ കുറിച്ച് നമുക്കറിയാം. ദൈവത്തെ സ്തുതിക്കുന്നു. ആ തിരക്കുകളുടെ നടുവിൽ ദൈവശബ്ദം കേട്ടുകൊണ്ട് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണന്റെ അടുക്കിലേക്ക് പോകുന്നൊരു ഫിലിപ്പോസിനെ വേദപുസ്തകത്തിലുണ്ട്. അങ്ങനെയൊക്കെ തെരഞ്ഞു പിടിച്ച് നമുക്ക് വേറെ ഒന്നും പറയണം. ഞങ്ങളുടെ അന്യഭാഷ നോക്കാം, ഞങ്ങൾ വലിയ സംഭവം എന്ന് പറഞ്ഞതിന് പകരം ജീവിച്ച് നമുക്ക് കാണിക്കാം. ഞാനുൾപ്പെടെ നമുക്ക് ജീവിക്കാം. നമ്മൾ ജീവിച്ച് കാണിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞു, യേശു പറഞ്ഞ ഉപദേശം ക്രിസ്ത്യാനികൾ കൈക്കൊണ്ടായിരുന്നെങ്കിൽ നിന്റെ മുഴുവൻ ക്രിസ്ത്യാനികൾ നിറഞ്ഞവൻ. ആ സ്നേഹം എവിടെ പോയി? ആ ഞാൻ വഴി സത്യം ജീവൻ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞ കരുണ എവിടെ പോയി? മടങ്ങി വരാൻ ദൈവമക്കളെ, അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇളവൻ എൻ്റെ ഹൃദയത്തിലെ ഒരു സങ്കടമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ദൈവഭയം ഇന്നെല്ലായിടത്തും വിശ്വാസികളുടെ ജീവിതങ്ങളിൽ പോലും വാക്കുകൾ പറയാനും കുറ്റപ്പെടുത്താനും ശപിക്കാനും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാനും ഇന്ന് മടിയില്ലാത്ത ഭയമില്ലാത്ത ലോകത്ത് ജീവിക്കുമ്പോൾ ഫലമുള്ളവരായി ദൈവഭയമുള്ളവരായി ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായിട്ടല്ല, വാക്കുകളാലാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ കർത്താവ് ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ നിങ്ങളുടെ നല്ല നല്ല പ്രവൃത്തികളെ കണ്ട് എൻ്റെ പിതാവ് മഹത്വപ്പെടും. അങ്ങനെയുള്ള അനുദിന ജീവിതങ്ങളിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അവന് മഹത്വം വരുന്ന രീതിയിൽ അനുദിന ജീവിതത്തിൽ നമ്മുടെ കൊടുക്കവാങ്ങലുകളിൽ നാം നീതിയായി. ഒരിക്കൽ ഒരു സൗരം പറഞ്ഞൊരു പ്രസ്സിൽ വന്നപ്പോൾ ഒരു വിശ്വാസി വന്നപ്പോൾ പറഞ്ഞു, എന്തേലും എൻ്റെ ഇവിടെ അതിനകത്ത് എഴുതിയേക്കാൻ പറഞ്ഞ ബില്ലിൽ. വേറൊരാൾ വന്നപ്പോൾ പറഞ്ഞു, അത് എഴുതിയേക്കാൻ പറഞ്ഞു. ഒരു ഹിന്ദു സൗരം വന്നപ്പോൾ പറഞ്ഞു, അതിലുള്ളത് എഴുതിയാൽ മതി. അദ്ദേഹത്തോട് ചോദിച്ചു, ആരെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്? നമ്മുടെ കൊടുക്കവാങ്ങലുകളെല്ലാം കാണുന്ന അഗ്നിജ്വാലക്കത്തോടെ കണ്ണുള്ള ദൈവം കാണുന്നവൻ. ദൈവഭയം നമ്മളിലേക്ക് വരുമ്പോൾ മാനിക്കപ്പെടും, ഉയർത്തപ്പെടും, ദൈവരാജ്യം മഹത്വപ്പെടും. ജാതികളിടയിൽ നാമം ദുഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ദൈവനാമം മഹത്വപ്പെടും. നമുക്ക് തന്നെ നമ്മുടെ തെറ്റുകളെ ഒന്ന് പരിശോധിക്കാം. എന്താണ് കർത്താവെ കുറവെന്ന് ഓരോ ദിവസങ്ങളും പരിശോധിച്ച് മുന്നേറാം. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനിയും ഒരു മെസ്സേജ് കടന്നു എഴുതണം വരെ സർവശക്ത ദൈവം അവൻ്റെ ചെറിയ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.